Alhamdulillah, salatu wassalamu ala ashrafil makhluqin wa ala alihi wa sahbihi ajma'in. Amma ba'd. Zul waliyul Mustafa wa zid iqamatan bihi zurtaha min zawiyan an qalbika zilzalu zal. فاعلموا أمة سيدنا محمد صلى الله عليه وسلم. സ്നേഹത്തിൻ്റെ വിശ്വാസികളെ, പുസ്തകങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ ഒരു കക്ഷപ്പെടുന്നു. അല്ലാഹു നല്ല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രേമം, മദീനയുടെ സ്നേഹം എന്ന ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് തൗഫീഖ് ചെയ്യട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മദീനയോടുള്ള സ്നേഹം നാം നിലനിർത്തുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തതാണ്. അതിനേക്കാൾ നാം പ്രേമിക്കേണ്ടത് ആ മദീനയിൽ അന്ത്യുറങ്ങ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഒരുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അതിന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മദീനത്തുൽ മുനവ്വറയിൽ എത്താൻ ആഗ്രഹിക്കുന്നവനാണ്. അവൻ മദീനത്തുൽ മുനവ്വറയിൽ സന്ദർശിക്കുകയും റൗദ ഷരീഫിൽ ഒരിക്കലെങ്കിലും എത്തും എന്ന് ആഗ്രഹിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രക്കിടയിൽ ദുആ ചെയ്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളു എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് സ്വഹാബിയെ എഴുന്നേറ്റ് അംഗസ്നാനം ചെയ്തുകൊണ്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം സഹായിക്കുകയും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കൽ ദുആ ചെയ്തിട്ടുണ്ടല്ലോ, മദീനയിലെ ജനങ്ങൾക്കും മദീനയിലെ സമ്പത്തിനും എല്ലാത്തിനും ബറക്കത്തും നൽകാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, മാനാ മുഹമ്മദ് അൻതു ബാരിക് ഫീ മദീന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ദുആ ചെയ്തത്. പിന്നീട് വേറൊരു ഹദീസിലൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഒരു തവണ ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ അബ്ബിനി ഇലൽ മദീന കഅബ്ബിനാ മക്കത്തന വശദ്ദാ. ഞാൻ പിച്ച വെച്ച് വളർന്ന എന്റെ മദീനയേക്കാൾ എനിക്ക് മക്കയേക്കാൾ എനിക്ക് എന്റെ മദീനയോട് സ്നേഹം നൽകണേ അല്ലാഹ്. ഈ റൗള സന്ദർശനം എന്ന് പറയുന്നത് ഹജ്ജിന്റെയോ ഉംറയുടെയോ ഒരു അനുഷ്ഠാനങ്ങളിൽ പെട്ടതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തുള്ളവരെല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലെങ്കിലും ഹജ്ജിന്റെയും ഉംറയുടെയും ഇടയിൽ സന്ദർശനത്തിന് മാത്രമായി പോകുന്നവരാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവൻ അവിടെ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് സാധിക്കാത്തവർ എത്രയുണ്ട് ഈ ലോകത്ത്. ഫലസ്തീനിലെ ജനങ്ങൾ എത്ര നാൾ ആഗ്രഹിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിലേക്ക് ചെന്നെത്താൻ. അവർക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ കാലാവസ്ഥയാണ്. നമ്മൾക്ക് എത്താൻ സാധിച്ചതും നമ്മൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കുകയും അവിടുത്തെ ചെല്ലാൻ പ്രേമം കാണിക്കാത്തവരുമാണ്. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവരെന്നെ അനുകരിക്കാത്തവരാണെന്നാണ്. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വേറെ മറ്റൊരു ചീത്ത കാര്യങ്ങളിലേക്ക് പോകാതെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കരുണ, അവർ കാണിച്ച നീതി എന്നിവയൊക്കെ ഓർത്തുകൊണ്ടായിരിക്കണം നാം അവിടുത്തെ സന്ദർശിക്കേണ്ടത്. നമുക്ക് അവിടുത്തെ റൗദ ശരീഫ് സന്ദർശിക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം എല്ലാവരും അവിടുത്തെ സന്ദർശിക്കൽ നല്ലതാണെന്ന് ഞാൻ ഒരു തവണയും കൂടി പറയുന്നു. ഇത്രയും പറഞ്ഞ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.